ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ ഇടയായിട്ട് നമ്മുടെ കൊച്ചിയിൽ വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായല്ലോ. എല്ലാവരും വാർത്തകളിൽ കൂടി കണ്ടതാണ്. നമ്മുടെ ഒരു സഹോദരന് ഹെയർ ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞ എല്ലാവരും ചെയ്യുന്ന, ഇപ്പോൾ കേരളത്തിലൊക്കെ 100 കേസ് ഡെയിലി നടക്കുന്ന ഒരു സിമ്പിൾ പ്രൊസീജിയർ ചെയ്തിട്ട് അതിൻ്റെ ഒരു കോംപ്ലിക്കേഷനായിട്ട് അവരുടെ തലയോട്ടി പുറത്ത് വരുന്ന രീതിയിലുള്ള ഇൻഫെക്ഷൻ വരികയും അതിൽ കൂടി വല്ലാതെ ചലം വരികയും അങ്ങനെ അവരുടെ ജീവിതം മൊത്തം സ്റ്റക്കായിരിക്കുന്ന ഒരു വേദനാജനകമായിട്ടുള്ള ഒരു വാർത്ത നമ്മളെല്ലാവരും കണ്ടതാണ്. യഥാർത്ഥത്തിൽ ട്രാൻസ്പ്ലാന്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് നടക്കുന്ന ഒരു നാടാണ് നമ്മുടേത്. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, തുർക്കിയിലൊക്കെ നമുക്കറിയാം വളരെ ഫേമസ് ആണ് ട്രാൻസ്പ്ലാന്റിന്. അപ്പോൾ ഇങ്ങനെയൊക്കെ വളരെ കോമൺ ആയിട്ട് നടക്കുന്ന ഒരു സംഗതിയിൽ ചില ആളുകൾക്ക് മാത്രം, അല്ലെങ്കിൽ ഈ ഒരു കേസ് ഇത്ര ഹൈലൈറ്റഡ് ആവാൻ കാരണം മുമ്പ് ഇങ്ങനെ ഒരു കേസ് കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നതുകൊണ്ടാണല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു സംഗതി വന്നത്? ബേസിക്കലി ഇത് സർജറിക്ക് ശേഷം വന്ന ഒരു കോംപ്ലിക്കേഷനാണ്. അതിനെ സയൻറ്റിഫിക്കലി നെക്രോട്ടൈസിങ് ഫേഷ്യേറ്റിസ് എന്ന് പറയും. ഫ്ലഷ് ഈറ്റിംഗ് ബാക്ടീരിയ എന്നൊക്കെ നമ്മൾ പത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഫ്ലഷ് ഈറ്റിംഗ് ബാക്ടീരിയ എന്ന് പറയുമ്പോൾ നമ്മളൊരു സോംബി മൂവിയിലൊക്കെ കാണുന്നത് പോലെ തന്നെ നമ്മുടെ തലയിലെ അല്ലെങ്കിൽ ശരീരത്തിലെ ഫ്ലഷ് തിന്നുന്ന ബാക്ടീരിയ ലിറ്ററലി ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് ഈ നെക്രോട്ടൈസിങ് ഫേഷ്യേറ്റിസ്. ഇത് യഥാർത്ഥത്തിൽ എല്ലാവർക്കും വരുന്നൊരു സംഗതിയല്ല. ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ട്, ഡയബറ്റിക് ആയിട്ട് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വരുന്ന ഒരു കോംപ്ലിക്കേഷനാണിത്. ഉദാഹരണത്തിന് ഡയബറ്റീസ് ഉള്ള ഒരാൾ അതിനെ കൺട്രോൾ ചെയ്യാതെ സർജറിക്ക് വിധേയമായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊരു കണ്ടീഷൻ ഉണ്ടാക്കാം. ഇത് ഉണ്ടാക്കുന്നത് സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റെഫേലോകോക്കസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ സാധാരണ കേൾക്കുന്ന ബാക്ടീരിയകൾ തന്നെയാണ്. പക്ഷെ അതേസമയം ഇങ്ങനെ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ഒരാളിൽ എന്തുണ്ടാകും? ഇത് വളരെ പ്രയാസകരമായിട്ടുള്ളൊരു കണ്ടീഷൻ ഉണ്ടായിരിക്കും. ഇതൊരു മെഡിക്കൽ എമർജൻസിയാണ്. ഇപ്പോൾ ഒരു സർജറി കഴിഞ്ഞ ഒരാൾക്ക്, ഇപ്പോൾ സാധാരണ ഇപ്പോൾ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈവൻ വലിയൊരു ആൻറ്റിബയോട്ടിക് പോലും കൊടുക്കേണ്ടതില്ലാത്തൊരു സ്റ്റെറൈൽ പ്രൊസീജിയറാണ്. പക്ഷെ അതിനുശേഷം വളരെ വേദന വരിക, ഇപ്പോൾ സ്കിന്നിൽ ഒന്നും കാണാനല്ല, പക്ഷെ ഔട്ട് ഓഫ് പ്രൊപ്പോർഷൻ ആയിട്ട് വളരെയധികം പെയിൻഫുള്ളായിട്ട് തോന്നുക, അല്ലെങ്കിൽ അതിൻ്റെ കളർ മാറുക, റെഡ് ആവുക, പർപ്പിഷ് ആവുക, ചെറിയ ബ്ലാക്ക് ആയിട്ടുള്ള കളർ വരിക. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതൊരു വാർണിംഗ് സിഗ്നലാണ്. പെട്ടെന്ന് തന്നെ അതിൻ്റെ ഡോക്ടറെ കാണിച്ചിട്ട് എമർജൻസി ആയിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെയുള്ള വലിയ പ്രശ്നങ്ങൾ വരും. ഈ ബാക്ടീരിയ കൂടുതലായിട്ട് നശിപ്പിക്കുക ഫേഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ മസിലിനെയും നെർവിനെയും ഒക്കെ പൊതിഞ്ഞിട്ടുള്ള കുറേ പാളികളുണ്ട്, കണക്റ്റീവ് ടിഷ്യൂ എന്നൊക്കെ. അതിനെ വലിയ രീതിയിൽ വലിയ ഫാസ്റ്റായിട്ട് തന്നെ അത് നശിപ്പിച്ചിട്ടാണ് ഈ നെക്രോട്ടൈസിങ് ഫേഷ്യേറ്റിസ് എന്നൊരു കണ്ടീഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ സിംറ്റംസ് കണ്ട ഉടനെ ഈ പറഞ്ഞ പോലെ പെയിന്, ഒരു ഫീവർ വരിക, എന്തോ ഒരു ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യുക, ഈ പറഞ്ഞ പോലെ ഡിസ്കളറേഷൻ വരിക, അങ്ങനെയൊക്കെയുള്ള സമയത്ത് പെട്ടെന്ന് ഡോക്ടറെ കാണിക്കുകയാണെങ്കിൽ വലിയ ഡോസിലുള്ള ആൻറ്റിബയോട്ടിക്സ്, ചിലപ്പം സർജിക്കലായിട്ട് ആ ഭാഗം ഒഴിവാക്കിയിട്ട് അങ്ങനെയൊക്കെ വളരെ പെട്ടെന്ന് ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫർദർ കോംപ്ലിക്കേഷൻസ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ അത് ചില ആളുകൾക്ക് അത് വീണ്ടും റീസർജറി ചെയ്യുകയും ആ ഒരു വൂണ്ടിനെ കെയർ ചെയ്തിട്ട് സാധാരണ ഒരു വൂണ്ടിന് കെയർ ചെയ്യുന്ന പോലെയുള്ള ഒരു ഹീലിങ്ങിലേക്ക് അതിന് ടൈം എടുക്കുന്ന ഒരു പ്രൊസീജിയറായിട്ട് അത് മാറാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസിനെ കുറിച്ച് അറിവുള്ള സെൻറ്ററുകളിൽ തന്നെ ഇങ്ങനത്തെ പ്രൊസീജിയേഴ്സ് ചെയ്യണം. ഇപ്പോൾ ഡയബറ്റീസ് മാനേജ് ചെയ്യാൻ അല്ലെങ്കിൽ ചെയ്യേണ്ടതുണ്ട്, അത് ചെയ്യേണ്ടത് എങ്ങനെ, അതിനുള്ള മെക്കാനിസംസ് ഉള്ള നമുക്ക് ട്രസ്റ്റുള്ള ബോർഡ് സർട്ടിഫൈഡ് ആയിട്ടുള്ള സെൻറ്റേഴ്സ് തന്നെ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് ആ സ്റ്റെറൈൽ പ്രിക്കോഷൻസ് ഒക്കെ ആയിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഒരു പരിധി വരെ നമുക്കിതിനെ ഈ കോംപ്ലിക്കേഷൻസിനെ നമുക്ക് മാറ്റാൻ പറ്റും. പൊതുവേ ഏതൊരു സർജറിക്കും കോംപ്ലിക്കേഷൻസ് വരാൻ ചാൻസ് ഉണ്ടല്ലോ. എത്ര വലിയ ആളുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും, എത്ര റെപ്യൂട്ടഡ് ആയിട്ടുള്ള സെലിബ്രിറ്റി ഡോക്ടേഴ്സ് വരെ ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ കോംപ്ലിക്കേഷൻസ് വരാം. ഈ ഹ്യൂമൺ എററായിട്ട് വരാം, അതിൽ മെഷീൻ എററായിട്ട് വരാം, പേഷ്യൻ്റ് ഫാക്ടേഴ്സിനെ കൊണ്ടുവരാം, എന്തെങ്കിലും ഒരു സ്റ്റെറിലൈസേഷൻ മിസ്റ്റേക്ക് കൊണ്ടുവരാം. അപ്പോൾ അത് പല ഫാക്ടേഴ്സിനെ കൊണ്ടും, അത് ഡോക്ടർ ഫാക്ടർ മാത്രമല്ല, അപ്പം ആ എൻവറോൺമെൻറ്റൽ ഫാക്ടറും അല്ലെങ്കിൽ അതിന് ഫർദറായിട്ട്, ഉദാഹരണത്തിന് ഒരാൾ സർജറി കഴിഞ്ഞ ഉടനെ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസിന് പോയി, അപ്പോൾ ആക്ടിവിറ്റീസിൻ്റെ സമയത്ത് എന്തെങ്കിലും കിട്ടി. പിന്നെ നമുക്ക് ഒരുപാട് കാണാറുള്ളത് ചെറിയ പ്രൊസീജിയർ കൈമലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ ഉടനെ അവർ ഹീലാവുന്നതിന് മുമ്പ് ജിമ്മിലോ അങ്ങനത്തെ ആക്ടിവിറ്റീസിന് പോയിട്ട് ആ ജിമ്മിൽ നിന്നൊക്കെ അവർക്ക് എന്ത് കിട്ടും? നല്ല വലിയ ബാക്ടീരിയകൾ കിട്ടിയിട്ട്
അത് മാറാൻ പിന്നെ കുറേ ടൈം എടുത്ത് കോംപ്ലിക്കേഷൻ ആവുന്ന കേസുകളൊക്കെ കാണാറുണ്ടല്ലോ. അപ്പോൾ നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുക ഏറ്റവും ട്രസ്റ്റഡ് ആയിട്ടുള്ള നമുക്ക് വിശ്വാസമുള്ള ഡോക്ടർ ആരാണെന്ന് അറിയുന്ന ആ ഡോക്ടറെ നമുക്ക് അറിയുന്ന സ്ഥലങ്ങളിൽ പോയിട്ട് ഇത്തരം പ്രൊസീജിയറുകൾ, ട്രാൻസ്പ്ലാന്റ് എന്ന് മാത്രമല്ല എന്ത് പ്രൊസീജിയർ ആണെങ്കിലും നമ്മുടെ സ്കിന്നിൻ്റെ അല്ലെങ്കിൽ സ്കിന്നിൻ്റെ മാത്രമല്ല ആന്തരികമായിട്ടുള്ള നമ്മുടെ സർജിക്കൽ ആയിട്ടുള്ളതൊക്കെ ആണെങ്കിലും നമുക്ക് അങ്ങനെ ട്രസ്റ്റുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള സെൻറ്ററുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്ന് ഈ കോംപ്ലിക്കേഷൻ കുറക്കാൻ ചെയ്യാവുന്നതിൽ ഏറ്റവും വലിയ നമുക്ക് തന്നെ ചെയ്യുന്ന ഹെൽപ്പ് അതായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ടോപ്പിക്ക് നിർത്തുകയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എടുക്കുക, അതിന് റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതാണ്. താങ്ക് യു.